കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ഒരു നിരീശ്വരവാദിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈശോ അവനെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുകയും ദൈവത്താൽ നയിക്കപ്പെടുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് അവനെ ചേർക്കുകയും ചെയ്തു. നമുക്ക് തുടർന്ന് വായിക്കാം. പിന്നീട് വലിയൊരു തീ കൂട്ടി ഞങ്ങളെല്ലാവരും അതിനു ചുറ്റും കൂടി. അത്താഴത്തിനുള്ള വിഭവങ്ങൾ പാകം ചെയ്യുവാനായി കല്ലനേനരികത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ അനുയായികളും ആ സംഘത്തിലുള്ളവരും ചേർന്നപ്പോൾ അത് ചെറിയൊരു ആൾക്കൂട്ടം തന്നെയായി. ഇത് ആഘോഷത്തിൻ്റെ രാവാക്കി മാറ്റണം നമുക്ക്. എന്തെന്നാൽ ഇന്ന് നമ്മോടൊപ്പം പുതിയ ചങ്ങാതിമാരുണ്ട്. നമ്മുടെ സൗഹൃദം ആഘോഷിക്കേണ്ടതാണ്. കൈകൾ പിരിച്ചു പിടിച്ചുകൊണ്ട് മർക്കോസ് പറഞ്ഞു. പിന്നെ പാചകം ചെയ്യുവാനായി വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ചേർന്നിരുന്ന് തയ്യാറാക്കി ഭക്ഷിക്കുകയും വേണം. കുറച്ചാളുകൾ ആ ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുവാനായി തയ്യാറെടുക്കുമ്പോൾ പത്രോസ് മുന്നോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞ് നാം പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുകയോ? തീരെ പിടിക്കാത്ത സ്വരത്തിൽ മർക്കോസ് ചോദിച്ചു. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പകലൊക്കെ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരമാകുമ്പോൾ നല്ല ക്ഷീണവും കാണും. അവൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ കൂടെയുള്ളവരും അതിനോട് യോജിച്ചുകൊണ്ട് തലയാട്ടി. പ്രാർത്ഥന, പത്രോസ് പറഞ്ഞു, അത് പ്രാധാന്യമർഹിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഭക്ഷണം ഉൾപ്പെടെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തന്നതിനും ഇനി തരാനിരിക്കുന്നതിനുമായി എല്ലാത്തിനും നാം പ്രാർത്ഥനയിലൂടെ അവിടത്തേക്ക് നന്ദി പറയേണ്ടതാണ്. ഒന്ന് വരൂ സ്നേഹിത, മർക്കോസ് പറഞ്ഞു. ഈ ആഹാര സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കൈകൊണ്ട് നേടിയതാണ്. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മർക്കോസ് പത്രോസിൻ്റെ അടുത്ത് എന്നിട്ട് അവനെ വട്ടം പിടിച്ചു ചെറുതായി ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, വിശേഷിച്ച് വലിയ പണിയൊന്നുമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രാർത്ഥനയൊക്കെ. പത്രോസ് എന്നെ നോക്കി. ഞാൻ മൃദുവായി പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അവൻ മർക്കോസിനോട് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥനയാണ് ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്. എന്തെന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നീ യഹോവയോട് സംസാരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ജീവിതം കഠിനമാണ്. എല്ലാം സംഭവിക്കുന്നത് എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ദൈവേഷ്ടത സംഭവിക്കുന്നു. എൻ്റെ സ്നേഹിത, നീ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഇനി നമ്മൾ തമ്മിൽ ഇതേക്കുറിച്ച് ഒരു തർക്കവും വേണ്ട. നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ഞങ്ങളെ അതിൽ ചേർക്കാൻ നോക്കേണ്ട. സൗഹാർദ്ദത്തോടെ തന്നെ മർക്കോസ് പറഞ്ഞു. പത്രോസ് പിന്നെ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ശിഷ്യന്മാരിൽ ചിലർ എന്നെ കടാക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മർക്കോസിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഉത്തമനായ സ്നേഹിത, ഊഷ്മമായൊരു ഹൃദയവും ഉദാരമായ മനസ്സും നിനക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ നീ സാനന്ദം സ്വീകരിച്ചത്. ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് നീ ആയിരിക്കുന്നത്. കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നീ ഒരു ആനന്ദമാണ്. ദൈവം ഓരോരുത്തർക്കും വിവിധ ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെയാണ് നിനക്ക് ലഭിച്ചത്. അത് നിന്നിൽ വളരെ ശക്തമാണ് താനും. പ്രാർത്ഥനയ്ക്ക് നീ വലിയ വില കൽപ്പിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ അതിലും കൂടുതലായി മറ്റൊന്നും ചെയ്യുവാനില്ലെന്ന് നീ കരുതുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് നിരസിക്കുകയുമാണ്. നിങ്ങൾ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിലും ദൈവത്തെ നിരസിക്കുന്നുവെങ്കിൽ അതൊരു ഒഴിഞ്ഞ ജീവിതമായിരിക്കും. ചിലപ്പോഴൊക്കെ സ്വന്തം ഭൂതഭാവികളെക്കുറിച്ചും നിന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയും നീ വിസ്മയത്തോടെ ഓർക്കാറുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതൊക്കെയും എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ നീ വിസ്മയിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനാലാണ് ഈ പാരവശ്യമൊക്കെയും. ദൈവം നിന്റെ ഹൃദയത്തിലുള്ളപ്പോൾ നിനക്ക് ജീവിതത്തിൻ്റെ അർത്ഥമറിയാം. നിന്നോട് സൗഹൃദത്തിലായിരിക്കുന്ന അവർ നിന്നെ പരിചയിച്ച ആ കാലവും അതിനോടനുബന്ധിച്ചുള്ള നിന്റെ അനുഭവങ്ങളും ഓർമ്മയിലേക്ക് കൊണ്ടുവരൂ. അല്പം ദേഷ്യവും പിന്നെ സങ്കടവും, താൻ അവരെക്കാൾ വില കുറഞ്ഞവനാണോ എന്ന ചിന്തയും നിന്നെ വേട്ടയാടിയിരുന്ന ആ കാലം. നിന്റെ ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ ഈ കോപവും വേദനയും കുറഞ്ഞു വരികയും നീ മറ്റാരെ കഴിഞ്ഞും നിസ്സാരനോ മുന്തിയവനോ അല്ലെന്നും ദൈവമുമ്പാകെ നിങ്ങൾ തുല്യരാണെന്നും നീ അറിയും. വിനാശം നിന്നെ സമീപിച്ച അവസരങ്ങളിൽ ഒരു ദൈവമുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് നീ പറഞ്ഞത് ഓർക്കുവിൻ. വിനാശം എന്നെക്കുറിച്ച് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു. നോക്കൂ, ആ അവസരത്തിൽ നീ പ്രാർത്ഥിച്ചു. കരുണയുള്ള ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ദൈവത്തിൻ്റെ പ്രത്യാശ വെച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നവൻ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നവയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് ഇതിനകം നീ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത്തരം പലതരം അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും കുറച്ചു നേരം പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. നിൻ്റെതായ കുറച്ച് വാക്കുകൾ മാത്രം മതി. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എന്തെന്ന് നീ തിരിച്ചറിയും. നിശബ്ദനായ മർക്കോസ് എന്നെ കടാക്ഷിച്ചു നിന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കൈത്തലം ഗ്രസിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ, എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ചേർന്ന് ദൈവസ്നേഹം അനുഭവിക്കൂ. സ്തബ്ധനായി നിന്നുകൊണ്ടിരുന്നവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരു തവണ ഞാൻ താങ്കളെ പ്രതി അതൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ അവരെ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് നയിക്കുമ്പോൾ അവർ കരങ്ങൾ കോർത്ത് നിന്നു. പ്രാർത്ഥനയിൽ നമ്മെ സമ്മേളിച്ച അവരുടെ നാദങ്ങൾ കാതിൽ പതിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ ഉയർന്നു പൊങ്ങി. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ മർക്കോസ് മുഴങ്ങുന്ന സ്വരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നല്ല അനുഭവമായിരുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു. ഇനി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. അതുമാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവേൻ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അവൻ എന്നെ ആലിംഗനം ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ വാക്ക് തരുന്നു. ഇതിനുശേഷം എനിക്ക് നല്ല സുഖമുണ്ട്. താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ പല പ്രാവശ്യം ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു. എന്നിട്ട് അവൻ ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനായി പോയി.
പത്രോസിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം കർത്താവേ, അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരുവാൻ എനിക്കായില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായ വിശദീകരണം ഞാൻ കൊടുത്തില്ല. ഞാൻ അങ്ങേ വേദനിപ്പിച്ചു. പത്രോസേ, എൻ്റെ സ്നേഹിത, നീ എന്നെ വിഷമിപ്പിച്ചില്ല. നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. വിശദീകരണം നൽകുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ടത്. അവൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അവൻ നിന്നോട് തർക്കം ആരംഭിച്ചപ്പോൾ നീ ദൈവത്തെ നിരസിച്ചില്ല. നിനക്കറിയാവുന്ന സത്യം നീ പറഞ്ഞു. ആ മനുഷ്യനെ എൻ്റെ അരികിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഇതിലും കൂടുതലായി ഞാൻ എന്താണ് സ്നേഹിത നിന്നോട് ചോദിക്കേണ്ടത്? നിന്റെ പ്രവൃത്തി വലിയതാണ്. നന്ദി കർത്താവേ, എൻ്റെ അറിവില്ലായ്മയിൽ അങ്ങേക്ക് വിഷമം തോന്നിയെന്ന് ഞാൻ വിചാരിച്ചുപോയി. പത്രോസ് പ്രതിവചിച്ചു. എൻ്റെ സ്നേഹിത, ദൈവമഹിമ പ്രഘോഷിക്കാനുള്ള ജ്ഞാനമൊക്കെയും നിന്നിൽ വന്ന് നിറയുന്ന ഒരു ദിനം വരും. ബുദ്ധിമാന്മാരായ നിരവധി ആളുകളുടെ മുമ്പിൽ കറയേറ്റ ദൈവസ്നേഹത്തിൽ നിലകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയാൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി നൽകുന്ന പത്രോസിനെ ദർശിച്ച് ഞാൻ പറഞ്ഞു, സകല മനുഷ്യരോടും സത്യം പ്രഘോഷിക്കവേ എനിക്കായി സ്വന്തം ജീവനർപ്പിക്കുന്ന എൻ്റെ നല്ല സ്നേഹിതനെ ഞാൻ കണ്ടു. അവൻ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.